ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സി ഈസ് ഫോർ കുക്കിംഗ്. ഞാൻ ഇന്നിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരമായ ഒരു മസാല കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള 2 കപ്പയാണ്. അത് കൊത്തി അരിഞ്ഞ് നന്നായി വേവിച്ചിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ നോക്കാം. 3 സവോള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് കീറിയത്, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു തക്കാളിയും. ഇനി ഇത് വഴറ്റാം. അതിനായി ചൂടാക്കിയ അടിക്കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. അടുത്തതായി ഞാനിതിലേക്ക് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി വരട്ടെ. ഈ ഒരു പരുവത്തിലെത്തി കഴിയുമ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വളരട്ടെ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. പൊടികളിടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അത് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ ചേർക്കാം. പിന്നെ നമുക്കിനി കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ടതിന് ശേഷം ഇളക്കാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ടൊരു 3-4 മിനിറ്റ് അടച്ചു വെക്കാം. 4 മിനിറ്റ് കഴിഞ്ഞ് ഇനി കപ്പ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഉടച്ചെടുക്കാം. നല്ല കുഴഞ്ഞിരിക്കുന്ന പരുവമാണ് മസാലക്കപ്പയ്ക്ക് ഏറ്റവും നല്ലത്. പിന്നെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് 2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും മസാലക്കപ്പയുടെ കറക്റ്റ് പരുവെത്തും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ താളിച്ചിട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മസാലക്കപ്പ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു നാടൻ വിഭവമാണ് ഈ മസാലക്കപ്പ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തൊരു മീനിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. കറിയൊന്നും വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അല്ലാതെ തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.